നമസ്കാരം. മസു പത്തായക്കല്ലാണ്. ഒരു വണ്ടി പെയിൻ്റ് അടിക്കാനായിട്ട് കൊണ്ടുവരികയാണെന്ന് വെച്ചാൽ ആദ്യം ആ വണ്ടി നന്നായി കഴുകി വൃത്തിയാക്കി ആ വണ്ടിയുടെ ഏതൊക്കെ ഭാഗത്താണ് പെയിൻ്റ് ഇളകി പോന്നിട്ടുള്ളത്, ഏതൊക്കെ ഭാഗത്താണ് സ്ക്രാച്ച് അല്ലെങ്കിൽ ബെൽഡിങ്ങിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് പൊട്ടിടേണ്ടത്, അതൊക്കെ ശരിക്കും കണ്ട് മനസ്സിലാക്കി വണ്ടി കഴുകുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം നന്നായി ഉണങ്ങിയതിന് ശേഷം ഒരു 600-ൻ്റെ പേപ്പർ എടുത്തിട്ട് വണ്ടി ആദ്യമായിട്ട് നന്നായിട്ടൊന്ന് ഉരതിയെടുക്കണം. അങ്ങനെ വണ്ടിയുടെ മേലെ നിലവിലുള്ള പെയിൻറ്റിങ്ങിലുള്ള എല്ലാ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഈ പേപ്പറിങ്ങിലൂടെ ശരിയായ രീതിയിൽ നന്നായി ക്ലിയറാക്കി ചെയ്തതിന് ശേഷം അടുത്തതായി ചെയ്യാനുള്ളത് പുട്ടിയിട്ട് കൊടുക്കലാണ്. വണ്ടിയുടെ സ്ക്രാച്ചുള്ള ഭാഗത്ത്, വെൽഡിങ് ചെയ്ത ഭാഗത്ത്, തുരുമ്പ് പിടിച്ച ഭാഗത്ത്, പെയിൻറ്റ് പൊളിഞ്ഞ ഭാഗത്ത്, ഈ ഭാഗത്തൊക്കെയാണ് പുട്ടിയിട്ട് കൊടുക്കേണ്ടത്. അതിനായി ബോഡി ഫില്ലർ എന്ന പേരിൽ അറിയപ്പെടുന്ന പുട്ടിയാണ് വാങ്ങിക്കേണ്ടത്. ബോഡി ഫില്ലർ വാങ്ങിയതിന് ശേഷം അത് ഉപയോഗിക്കുന്നതിന് മുമ്പായി ആ ബോഡി ഫില്ലർ എന്തെങ്കിലും ഒരു ബലമുള്ള കമ്പോ കൊള്ളിയോ എടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം ആ ബോഡി ഫില്ലറിൽ നിന്ന് ഒരു ടൈലിൻ്റെ പീസിലേക്കോ അല്ലെങ്കിൽ മിനുസമുള്ള എന്തെങ്കിലും വേറെ വസ്തുവിലേക്കോ അല്പാൽപമായി തോണ്ടിയെടുത്തതിന് ശേഷം ആ ബോഡി ഫില്ലർ വാങ്ങിക്കുമ്പോൾ ആ ബോഡി ഫില്ലറിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്ന ഹാർണർ എന്ന വസ്തു ഒരൽപ്പം ചേർത്തതിന് ശേഷം രണ്ടുകൂടെ ഒരു പുട്ടി ബ്ലേഡ് എടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ആ മിക്സ് ചെയ്ത ബോഡി ഫില്ലർ മിശ്രിതമാണ് വണ്ടിയുടെ തുരുമ്പ് പിടിച്ച ഭാഗങ്ങളിലും പെയിൻറ് ഇളകിപ്പോകുന്ന ഭാഗങ്ങളിലും വെൽഡിങ് ചെയ്ത ഭാഗങ്ങളിലുമൊക്കെയായി പുട്ടിയായി ചെയ്തു കൊടുക്കേണ്ടത്. അങ്ങനെ ബോഡി ഫില്ലർ ഉപയോഗിച്ച് പുട്ടിയിട്ടത് 15 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ടോ നന്നായി ഉണങ്ങുന്നതാണ്. വണ്ടിയുടെ ഏത് ഭാഗത്താണോ ഇങ്ങനെ പുട്ടിയിട്ടിട്ടുള്ളത് അത് വണ്ടിയുടെ യഥാർത്ഥ രൂപത്തിലാകുന്ന രീതിയിൽ ഒരു പേപ്പർ എടുത്ത് ഉരതിയതിനു ശേഷം അതിൻ്റെ മീതെയായി പിന്നീട് പ്രൈമർ അടിച്ചു കൊടുക്കണം. ഒന്നിൽ കൂടുതൽ കോട്ട് പ്രൈമർ അടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആദ്യത്തെ കോട്ട് അല്പം ലൂസായ രീതിയിലും രണ്ടാമത്തേത് അത്ര തന്നെ ലൂസില്ലാത്ത രീതിയിലും അടിച്ചു കൊടുക്കുന്നതാണ് ഉചിതം. ഇങ്ങനെ അടിച്ചു കൊടുക്കുന്ന പ്രൈമർ 15 മിനിറ്റ് കൊണ്ടോ 20 മിനിറ്റ് കൊണ്ടോ ഉണങ്ങുന്നതാണ്. പുട്ടിയിട്ട ഭാഗങ്ങളിൽ ചെറിയ ചെറിയ സ്ക്രാച്ചോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഇങ്ങനെ പ്രൈമർ അടിച്ചു കഴിഞ്ഞാൽ ശരിക്ക് തെളിഞ്ഞ് കാണാവുന്നതാണ്. പുട്ടിയിട്ട ഭാഗങ്ങളിൽ ചെറിയ ചെറിയ സ്ക്രാച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഒരു തവണ കൂടെ ബോഡി ഫില്ലർ മിശ്രിതമോ അല്ലെങ്കിൽ MC പുട്ടിയോ ഉപയോഗിച്ചുകൊണ്ട് വളരെ നൈസായ രീതിയിൽ ഒരു തവണ കൂടെ പുട്ടിയിട്ട് കൊടുക്കേണ്ടതാണ്. അങ്ങനെ പെയിൻ്റ് അടിക്കാനുള്ള വാഹനങ്ങൾ സ്ക്രാച്ചുള്ള ഭാഗങ്ങളിലെല്ലാം നന്നായ രീതിയിൽ പുട്ടിയിട്ട് അതെല്ലാം പേപ്പറിട്ട് ശരിയാക്കിയതിന് ശേഷം അതിൻ്റെ മീതെ പ്രൈമർ കൂടെ അടിച്ചു കൊടുത്ത് അതിനും എന്തെങ്കിലും സ്ക്രാച്ച് ഉണ്ടെങ്കിൽ അതും കൂടെ നന്നായി ഫിനിഷാക്കിയതിന് ശേഷമാണ് പെയിൻ്റ് അടിക്കാൻ തുടങ്ങേണ്ടത്. NC പെയിൻ്റാണ് വാഹനത്തിന് പെയിൻ്റ് അടിക്കാനായി ഉപയോഗിക്കുന്നത് എങ്കിൽ അതിൻ്റെ കൂടെ ലഭിക്കുന്ന ഹാർണർ കൂടെ അതിൻ്റേതായ കണക്കിൽ ചേർത്ത് അല്പം ടിന്നറും കൂടെ ചേർത്ത് മിതമായ രീതിയിൽ ലൂസാക്കിയതിന് ശേഷമാണ് അടിച്ചു കൊടുക്കേണ്ടത്. പെയിൻറ്റിംഗ് വർക്ക് തുടങ്ങുന്നതിന് മുമ്പായി പെയിൻ്റായാൽ പ്രയാസമാകുന്ന ഗ്ലാസുകൾ, ലൈറ്റുകൾ എന്നിവ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചോ വേറെ എന്തെങ്കിലും രീതിയിലോ നന്നായി മാസ്ക് ചെയ്തതിന് ശേഷമാണ് പെയിൻറ്റിംഗ് വർക്ക് തുടങ്ങേണ്ടത്. ഇങ്ങനെ PU പെയിൻ്റ് അടിക്കുന്ന വാഹനങ്ങൾക്ക് ആദ്യത്തെ തവണ പെയിൻറ് ഡയറക്റ്റായും രണ്ടാമത്തേതിൽ അല്പം ക്ലിയറും കൂടെ ചേർത്ത് അടിച്ചു കൊടുക്കുക. അതിനുശേഷം അല്പം PU പെയിൻറ്റും കൂടുതലായി ക്ലിയറും കൂടെ ചേർത്ത് ഒരു തവണ കൂടെ അടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഓരോ കോട്ട് പെയിൻറ് അടിച്ചു കൊടുക്കുമ്പോഴും അത് ഉണങ്ങുന്നതിന് വേണ്ടി 20 അല്ലെങ്കിൽ 30 മിനിറ്റ് സാവകാശം കൊടുത്തതിന് ശേഷം മാത്രമാണ് അടുത്ത കോട്ട് പെയിൻറ് അടിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ വാഹനത്തിന് വേണ്ടിയുള്ള പെയിൻറ്റിംഗ് വർക്കുകളെല്ലാം തീർന്നതിന് ശേഷം 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്പർ ബോർഡ് ചെയ്യാനുള്ള പെയിൻറ് അടിച്ചു കൊടുക്കേണ്ടത്. വാഹനത്തിന് വേണ്ടിയുള്ള എല്ലാ പെയിൻറ്റിംഗ് വർക്കുകളും തീർന്ന് 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നതിന് മുമ്പായി നമ്പർ ബോർഡ് ചെയ്യുന്നതിന് വേണ്ടി മാസ്കിൻ ടാപ്പും പേപ്പറുകളുമെല്ലാം ഒട്ടിക്കുമ്പോൾ ചിലപ്പോൾ ആ മാസ്കിൻ ടാപ്പിൻ്റെയും പേപ്പറിൻ്റെയും എല്ലാം പാടുകൾ ആ പെയിൻറ്റിൽ ഒട്ടിപ്പിടിക്കുന്നതാണ്. എന്നിട്ട് ആ വാഹനത്തിൻ്റെ നമ്പർ എഴുതുന്നതിന് വേണ്ടി അടിച്ചിട്ടുള്ള പെയിൻറ് സ്കെയിലോ അല്ലെങ്കിൽ വിരലുകളോ പതിയുമ്പോൾ അടയാളം വരാത്ത രീതിയിൽ ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് ആ വാഹനത്തിൻ്റെ നമ്പറുകൾ എഴുതേണ്ടത്. വാഹനങ്ങളിലുള്ള നമ്പറുകൾ എഴുതുമ്പോൾ റൗണ്ട് ഷേപ്പിലല്ലാത്ത എല്ലാ നമ്പറുകളുടെയും
സൈഡ് ഭാഗങ്ങൾ നന്നായി ക്ലിയർ ആവുന്നതിന് വേണ്ടി ഒരു മാസ്കിൻ ടാപ്പിന്റെ പീസ് കൂടെ എടുത്ത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ പെയിന്റിംഗ് വർക്കുകളെല്ലാം കഴിഞ്ഞ വാഹനങ്ങളാണെങ്കിലും അന്നേ ദിവസം വെയിലോ മഴയോ പൊടിയോ ചളിയോ ഏൽക്കാത്ത ഭാഗത്ത് പാർക്ക് ചെയ്തിടാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.